ഹെവൻസ് പ്രീ സ്കൂള് കുട്ടികളെ കോച്ചിങ് നടത്തുന്ന ഈ കാര്യങ്ങൾ പലപ്പോഴും അത്ഭുതകരമായി തോന്നിയിട്ടുണ്ട്. ഇത്രയും ചെറിയ കുട്ടികളെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഖുർആനുമായിട്ട് അതിൻ്റെ റെസിറ്റേഷൻ, അതിൻ്റെ പാരായണവും അതുപോലെയുള്ള അതിൻ്റെ നിയമാവലികളും ഇത് വിജ്ഞാനങ്ങളുടെ ചെറിയ പ്രാഥമിക അംശങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് വളരെ ഉജ്ജ്വലമായ നല്ല മാതൃകകളും പ്രയത്നങ്ങളുമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എൻ്റെ മകളുടെ മകനാണ് ഇവിടെ പഠിക്കുന്നത്. അത് വെച്ചുകൊണ്ടും അല്ലാത്ത കുട്ടികളെ ഇവിടെ വാർഷിക യോഗങ്ങളിലും കലാപരിപാടികളിലൊക്കെ ചെറിയ തോതിൽ പലപ്പോഴും പങ്കെടുത്ത സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് വലിയ മാതൃകയാണ്. ആ കുട്ടികളിൽ ഒരു നല്ല കുറേ സ്വഭാവങ്ങൾ വളർത്തിയെടുക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇത് അവരുടെ ഭാവിയിലുള്ള അവർ KG LKG UKG ഒക്കെ പോകാൻ നിൽക്കുന്നേ ഉള്ളൂ. അവരുടെ ആ വിദ്യാഭ്യാസത്തിനും അതിനുള്ള മനോഭാവത്തിലും അവിടെ ഉണ്ടാവേണ്ട വേർഡ്നെസ്, ആ ശാക്തീകരണത്തിനൊക്കെ അവർക്ക് നല്ല ഊർജം നൽകുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് വേറെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. ഇങ്ങനെ ഇവിടെ നേരത്തെ അതിൻ്റെ മുൻഭാഗമായ അൽഫിക്ര ഇതുപോലുള്ള ക്ലാസ്സുകളിൽ പഠിച്ച കുട്ടികൾ നമ്മുടെ സ്കൂളിലൊക്കെ വന്നു ചേരുമ്പോൾ ആ കുട്ടികളിൽ അതിൻ്റേതായ വമ്പിച്ച മാറ്റങ്ങളും ധീരതയും അവരുടെ ആ ശൂരതയൊക്കെ പഠനത്തിലും ബാക്കി കാര്യങ്ങളിലൊക്കെ അഭിമുഖീകരിക്കാനൊക്കെ ഉള്ള ധീരതയൊക്കെ നമ്മൾ വേറിട്ട് തന്നെ മനസ്സിലാക്കാൻ അവസരം കിട്ടുകയും അത് പലപ്പോഴും ഞങ്ങൾ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻ്റെ തന്നെ പേരക്കുട്ടിയെ അവർ ഇങ്ങനെ ഒരു വിദ്യാലയങ്ങളിൽ ചേർക്കാനൊക്കെ അവസരമുണ്ടായത്. അപ്പം അതിൻ്റെ പിന്നിലുള്ള ആളുകളെ വളരെയധികം ശ്ലാഘിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടം നേരത്തെ ഇവിടെ വെറുതെ സൂചിപ്പിച്ചു പോയി. ഇസ്ലാം മഹലിൻ്റെ ഇടയിൽ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ പാരൻസിൻ്റെ ആ കാലഘട്ടം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളെ കുട്ടികൾ പോയിരിക്കുകയാണ്. കാലഘട്ടം മാറിയിരിക്കുന്നു. അത്ഭുതകരമായ കാലഘട്ടത്തിലേക്ക് പോയിരിക്കുകയാണ്. നമ്മളെ കുട്ടികളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ പുതിയ തലമുറ കയ്യിൽ നിന്നും കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI എന്ന് പറയുന്ന പുതിയ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി അത്ഭുതകരമായ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ സാങ്കേതിക വിദ്യയും അതൊക്കെ വളർന്ന് ഉയർന്നു കൊണ്ടിരിക്കുമ്പോൾ ഇതെന്താണ് എന്ന് ചോദിക്കാൻ പോലും നമുക്ക് നിശ്ചയമില്ലാത്ത അർത്ഥത്തിൽ ആ വേളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പകച്ചു നിൽക്കാതെ പരമാവധി അതിൻ്റെ കൂടെ ഓടി നമ്മളെ കുട്ടികളെ അതിൻ്റെ കൂടെ ഓട്ടാൻ അല്ലെങ്കിൽ കൈപിടിച്ച് അവർ ഉയർത്താൻ നമ്മൾ തയ്യാറായി മതിയാവും. ഇല്ലെങ്കിൽ നമ്മൾ വഴി തളർന്നു പോകും, നഷ്ടകാരികളിൽ പെട്ടുപോകും. ഇതിനെ അവഗണിച്ചത് കൊണ്ടോ പഴിച്ചത് കൊണ്ടോ കുറ്റം പറഞ്ഞത് കൊണ്ടോ വിലപിച്ചത് കൊണ്ടോ കാര്യമില്ല. നമ്മളോട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ കുട്ടികളോട് ഇടപഴകുമ്പോൾ നിങ്ങൾ കുട്ടിയാവുക എന്ന് പറഞ്ഞ് ആന കളിച്ച് പുറത്ത് പേരക്കുട്ടികളെ കയറ്റി കളിച്ചിരുന്ന ആ പ്രവാചകന്റെ ഒരു മാതൃകയുണ്ട്. ഇന്ന് നമ്മൾക്ക് ആ പേരക്കുട്ടികൾ ആനയായിട്ട് കളത്തിൽ കളിച്ചാൽ മാത്രം മതിയാവില്ല. അതിൻ്റെ അപ്പുറം അവിടെ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടുകാരനും ഒരു പങ്കുകാരനും അതിൻ്റെ ഒരു വഴികാട്ടിയൊക്കെ ആയിട്ട് മാറാൻ നമ്മൾ ചില വിദ്യകളൊക്കെ പഠിക്കാനും മുന്നോട്ട് വരാനും അതിനെ ഉൾക്കൊള്ളാനും അവരുടെ കാലഘട്ടത്തിൻ്റെ പ്രവണതകളെ മനസ്സിലാക്കി ഒപ്പം നിൽക്കാനൊക്കെ നാം തയ്യാറാകുന്നില്ല എങ്കിൽ നമ്മളെ മാറ്റി നിർത്തി അതിന് തയ്യാറാകുന്നവരുടെ കൂടെ നമ്മളെ മക്കൾ പോകുമ്പോൾ പിന്നെ നമ്മൾക്ക് നമ്മളെ മക്കൾ കൈവിട്ട് പോകും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ കുട്ടികൾക്ക് എന്തായാലും ജീവിതം ഇവിടെ അവസാനിക്കും. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ ജീവിതത്തെപ്പറ്റി നമ്മൾ ഉത്തരം പറയേണ്ടവരാണ്. ആ ഉത്തരം പറയുന്നിടത്ത് വിശുദ്ധ ഖുർആനും ചില സുന്നത്തും തന്നെയാണ് ജീവിത മാതൃകയാകേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിചാരണ നടക്കുക. അതുകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് ആ വിചാരണയ്ക്ക് ഭാഗമായ രീതിയിൽ പഠിപ്പിച്ച് അവർ നല്ല സ്വഭാവ സംസ്കരണങ്ങൾ വളർത്തിയെടുക്കാൻ ഏതൊക്കെ രീതിയിൽ നാം പഠിക്കണോ മാറണോ മാറ്റണോ അതൊക്കെ നാം മാറ്റിക്കൊണ്ട് നമ്മളെ കുട്ടികളുടെ മാതൃകാ അധ്യാപകരായി മാറാൻ നമ്മളെ രക്ഷിതാക്കൾക്ക് നമ്മളെ ഗ്രാൻഡ്ഫാദേഴ്സിനൊക്കെ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ഗുരുവാവാൻ സാധിക്കുകയുള്ളൂ, വഴി നടത്താൻ സാധിക്കുകയുള്ളൂ. വജഅൽനാലിൽ മുത്തഖീന ഇമാമ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന നമ്മൾ നിരന്തരം
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്? അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് മാതൃകയാവുന്ന, മുന്നിൽ നടക്കുന്ന, അവരുടെ ഇമാമാകുന്ന, അവർക്ക് കണ്ടാൽ ഇങ്ങനെയാണ് ഒരു മുത്തത്തിയാവേണ്ടത്, ഇങ്ങനെയാണ് സ്വർഗത്തിലേക്കുള്ള യാത്രികനാവേണ്ടത് എന്ന് മാതൃകയായി പഠിക്കുന്ന ആളുകളുടെ ആ മാതൃക ഞങ്ങളാക്കണമേ എന്നാണ് നമ്മൾ മക്കളെയും ഭാര്യമാരെയും കുടുംബത്തെയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നാൽ മാത്രം പോരാ. കോഴിക്കോട്ട് ഞാൻ കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് കോഴിക്കോട്ടുള്ള ബസ്സിൽ കയറി ഞാൻ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, ബസ്സിൽ കയറണം, ആ ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറണം. അങ്ങനെ പ്രാർത്ഥനയോടൊപ്പം ആ പ്രവർത്തനങ്ങളും കൂടെ നടക്കുമ്പോൾ മാത്രമേ നമ്മളുടെ ഉദ്ദിഷ്ട ഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, മാറ്റങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അതിനെ പഴിച്ചിരിക്കാതെ, അതിനെ കഴിവറിഞ്ഞിരിക്കാതെ നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടേതായ രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് പരമാവധി എത്ര നല്ലത് കൊടുക്കാൻ സാധിക്കും, അത് എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ സംസർഗത്തിൽ എത്ര മാതൃകകൾ ഉണ്ടാക്കാൻ സാധിക്കും, അതിന് അവർക്ക് പുതിയ കാലഘട്ടത്തിൻ്റെ സാങ്കേതിക വിദ്യ ഉൾക്കൊണ്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണെങ്കിൽ ഞാൻ എന്തെല്ലാം പഠിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ വിദ്യാർത്ഥികളായി നമ്മൾ ആ പഠനം പഠിക്കാൻ മുന്നോട്ട് വന്ന് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇന്ന് നമ്മളെ കുട്ടികൾക്ക് ഒരു മാതൃകയാവാനും ഗുരുവാവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു പരിശ്രമത്തിന് നമ്മൾ ഇറങ്ങണം, തയ്യാറാവണം. അത്തരം കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാനും പഠിപ്പിക്കാനും ഈ വയോധികരായ ഞങ്ങളെ വിളിച്ചു വരുത്തി പുതിയ തലമുറയിലെ അധ്യാപികന്മാരും അധ്യാപകരും ഇതിൻ്റെ ഭാരവാഹികളും എന്ന നിലയിൽ വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഇത് വിളികൂടെ വിളിച്ചു ചേർത്ത അതിൻ്റെ ഭാരവാഹികൾക്ക് വളരെയധികം കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.